നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ +2 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ ഭാഗങ്ങൾ കാണാത്തവർക്കായി, വീഡിയോസ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ഫോർ ഓർഗാനിസംസ്? എന്തുകൊണ്ടാണ് റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ആവുന്നത്? ഒരു സ്പീഷീസ് കണ്ടിന്യൂറ്റിക്ക് അല്ലെ, ആ ഒരു ഇൻഡിവിജ്വൽസ് നിലനിന്ന് പോകണമെങ്കിൽ, അതിന്റെ ആ ഒരു സ്പീഷീസ് നിലനിന്ന് പോകണമെങ്കിൽ റീപ്രൊഡക്ഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ബെറ്റർ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ ഓർ അസെക്ഷൽ? വൈ? ബെറ്റർ മോഡ് എന്ന് പറയുന്നത് എപ്പോഴും സെക്ഷൽ ആണ് പറയാൻ സാധിക്കുക. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് വേരിയേഷൻസ് ഉണ്ടാവുന്നത് അല്ലെ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിംഗ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ടു പാരന്റ്സ് അല്ലെ, അങ്ങനെയുള്ള ഓർഗാനിസംസ് ആയിരിക്കും. എന്നാൽ സെക്ഷലി ആവുമ്പോൾ അവിടെ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഉണ്ടായാലും നല്ല വേരിയേഷൻസ് ഉള്ളവ നിലനിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ നടക്കാനൊക്കെ സഹായിക്കുന്ന ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നല്ലത്, ബെറ്റർ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഈസ് ദ ഓഫ് സ്പ്രിംഗ് ഫോംഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ റെഫേർഡ് ടു ആസ് ക്ലോൺ? ക്ലോൺ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ് സ്പ്രിങ്സിനെ നമ്മൾ ക്ലോൺ എന്ന് വിളിക്കാൻ കാരണം ബിക്കോസ് അവ പരസ്പരം ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അതുപോലെ തന്നെ അവയുടെ പാരന്റ്സിനും വെച്ച് നോക്കുകയാണെങ്കിലും അവ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. ഇത്തരത്തിൽ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ക്ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്ങിനെ നമ്മൾ ക്ലോൺ എന്ന് വിളിക്കാൻ കാരണം അവ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയതുകൊണ്ടാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ്സ്പ്രിംഗ് formed due to sexual reproduction have better chances of survival. Why is this statement always true? Sexual reproduction വഴി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി സർവൈവൽ ചാൻസസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം അവിടെ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻവയോൺമെന്റിൽ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് ഒക്കെ മാറിക്കഴിഞ്ഞാലും ഈ നല്ല വേരിയേഷൻസ് ഉള്ളവയൊക്കെ നിലനിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിന് സർവൈവൽ ചാൻസസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശരിയായിരിക്കുമോ? ഇല്ല. കാരണം ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ ജനറ്റിക് ഡിസീസുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഹീമോഫീലിയ പോലെയുള്ള ജനറ്റിക് ഡിസീസുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അവരുടെ സർവൈവലിന് ത്രട്ടണിങ് ആവുന്ന സാഹചര്യമാണ് അല്ലെ. നിലനിന്ന് പോകാൻ തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി സർവൈവൽ ചാൻസസ് കൂടുതലാണ് എന്ന്. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദ progeny formed from asexual reproduction differ from those formed by sexual reproduction? ആ ഉണ്ടാവുന്ന പ്രോജനിക്കുള്ള വ്യത്യാസം എന്താണ്? അസെക്ഷലി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനീസിന് നോക്കുകയാണെങ്കിൽ അവ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും അല്ല. അവ പരസ്പരം ജനറ്റിക്കലി മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. അവയുടെ പാരന്റ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും അവ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അവിടെ ഗാമറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, എന്നിട്ട് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന പ്രോജനീസ് എന്ന് പറയുന്നത് പാരന്റ്സുമായിട്ട് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കില്ല. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ചോദ്യം നോക്കൂ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വൈ ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓൾസോ കൺസിഡർഡ് ആസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? അപ്പൊ ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വ്യത്യാസങ്ങൾ നോക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാരന്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ അല്ലേ. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പാരന്റ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഗാമേറ്റുകളുടെ ഫ്യൂഷൻ നടക്കുന്നില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമേറ്റ് ഫ്യൂഷൻ നടക്കുന്നില്ല. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ
മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ് അവയുടെ പാരന്റുമായിട്ടും അതുപോലെ തന്നെ ഈ ഓഫ്സ്പ്രിങ്സ് പരസ്പരവും ഒക്കെ ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും അല്ലെ. എന്നാൽ ഇവിടെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് പാരന്റ്സുമായിട്ട് ജനറ്റിക്കലി ഐഡന്റിക്കൽ അല്ല. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല, കാരണം അവിടെ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യപ്പെടുന്നില്ലല്ലോ. സോ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാവുന്ന ആ പ്രോജനീസിൽ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് പറയുന്നത്? ബിക്കോസ് അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യപ്പെടുന്നില്ല, സിംഗിൾ പാരന്റ് മാത്രമാണ് ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ഗിവ് 2 എക്സാമ്പിൾസ്, സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. ഈ പ്ലാന്റ്സിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിൽ നിന്നോ ഒക്കെ പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് തന്നെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ പൊട്ടറ്റോയിൽ കാണപ്പെടുന്ന റൈസോം ഓഫ് ജിഞ്ചർ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. ഈ ഭാഗത്തുനിന്ന് പ്രാക്ടിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം പഠിക്കുന്ന സമയത്ത് ആ പിക്ചർ ഒക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. Then define juvenile phase, reproductive phase and senescent phase. Juvenile phase എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ A കൊടുത്തിട്ടുള്ളൂ. juvenile phase ആണ് ആദ്യം പറയുന്നത്. നമുക്കറിയാം ഈ ഓർഗാനിസംസ് ഒരു സെർട്ടൻ ഏജ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പോൾ ആ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പേ ഉള്ള ഫേസ് ആണ് ജുവനിയൽ ഫേസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സിൽ ഇതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ജുവനിയൽ ഫേസ് കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്ന ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അതായത് അവയ്ക്ക് ആ ഒരു സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾഡ് ഏജ് എന്നുള്ളൊരു ആ സെൻസിലേക്ക് കടക്കുന്നു അല്ലെ. ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ ആ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുകയും ഫൈനലി ഡെത്തിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് സ്റ്റേജിനെയാണ് നമ്മൾ സെനസെന്റ് ഫേസ് എന്ന് പറയുന്നത്. 9th question. Higher organisms have resorted to sexual reproduction in spite of its complexity. Why? ഹയർ ഓർഗാനിസംസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണപ്പെടുന്നത് അല്ലെ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് വേരിയേഷൻസ് ഉണ്ടാവാൻ സഹായിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവല്യൂഷൻ സംഭവിക്കാൻ അത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ് ഒക്കെ കുറച്ചുകൂടി അഡാപ്റ്റഡ് ആയിരിക്കും, എൻവയോൺമെന്റൽ ചേഞ്ചസിനൊക്കെ അഡാപ്റ്റഡ് ആയിരിക്കും വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ. സോ അതൊക്കെ കൊണ്ടാണ് ഈ ഹയർ ഓർഗാനിസംസിലൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ നടക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വൈ മിയോസിസ് ആൻഡ് ഗാമറ്റോജെനസിസ് ആർ ഓൾവേസ് ഇന്റർലിങ്ക്ഡ്. ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാമേറ്റുകൾ എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലുള്ളതായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. അത് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഈ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ളവയായിരിക്കും. ഇനി ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസിൽ നിന്നാണ് ഈ ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അവിടെ എന്ത് ഡിവിഷൻ നടക്കണം? മിയോട്ടിക് ഡിവിഷൻ നടക്കണം. അതുകൊണ്ടാണ് ഈ ഗാമറ്റോജെനസിസും മിയോസിസും എപ്പോഴും ലിങ്ക് ആയിരിക്കുന്നത്. ഗാമറ്റോജെനസിസിൽ ഡിപ്ലോയിഡ് ഇൻഡിവിജ്വൽസിൽ നിന്നും ഹാപ്ലോയിഡ് ക്രോമസോംസ് ഉള്ള ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ മിയോസിസ് നടക്കണം. അങ്ങനെ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് n എന്ന കണ്ടീഷനിലുള്ള ഗാമേറ്റുകൾ ഉണ്ടാവുന്നുള്ളൂ. എന്നിട്ട് രണ്ട് ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷനിൽ 2n എന്ന കണ്ടീഷൻ തന്നെ റീറ്റെയിൻ ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു 2n എന്ന കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗാമേറ്റുകളൊക്കെ ഹാപ്ലോയിഡ് ആവണം. അപ്പൊ അവിടെ മിയോസിസ് നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവ തമ്മിൽ എപ്പോഴും ലിങ്ക് ചെയ്ത് കിടക്കുന്നത്. ദെൻ ഇവിടെ പ്ലോയിഡി എഴുതാനാണ് പറയുന്നത്. ഐഡന്റിഫൈ ഈച്ച് പാർട്ട് ഇൻ എ ഫ്ലവറിംഗ് പ്ലാന്റ് ആൻഡ് റൈറ്റ് വെദർ ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്. ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്നുള്ളത് എഴുതണം. ഓവറി എന്ന് പറയുന്നത് 2n കണ്ടീഷനുള്ളതാണ്, അതായത് ഡിപ്ലോയിഡ് കണ്ടീഷനുള്ളതാണ്. ആന്തർ ആണെങ്കിലും ഡിപ്ലോയിഡ് ആണ്. പക്ഷെ ആന്തറിൽ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷനുള്ളതായിരിക്കും. ഓവറി 2n ആണെങ്കിലും അവിടെ ഉണ്ടാകുന്ന എഗ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ നോക്കൂ, എഗ് ഹാപ്ലോയിഡ് ആണ്, പോളൻ ഹാപ്ലോയിഡ് ആണ്.
മെയിൽ ഗാമേറ്റ് ആണ്, സോ ഹാപ്ലോയിഡ് ആണ്. സൈഗോട്ടോ, രണ്ട് ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ സൈഗോട്ട് ഉണ്ടാവുന്നത്, സോ 2n ആണ്, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. 12th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, മെൻഷൻ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ നടക്കുന്നത് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യപ്പെടുന്നത് എക്സ്റ്റേണൽ മീഡിയം, നോർമലി അത് വാട്ടർ ആയിരിക്കും, അതായത് ബോഡിക്ക് പുറത്താണ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാമേറ്റുകളെല്ലാം സർവൈവ് ചെയ്യണമെന്നില്ല. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട എല്ലാ ഗാമേറ്റുകളും ഫെർട്ടിലൈസ്ഡ് ആവണമെന്നുമില്ല. അതുപോലെ തന്നെ ഇനി ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് അവിടെ ഓഫ്സ്പ്രിംഗ് ഉണ്ടാവുകയാണെങ്കിലും അവയ്ക്ക് ഈ പ്രിഡേറ്റേഴ്സിനൊക്കെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇവയൊക്കെ പ്രിഡേറ്റേഴ്സ് വന്ന് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്താണ്, ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ സൂസ്പോർ ആൻഡ് എ സൈഗോട്ട്. സൂസ്പോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗെ അതുപോലെ തന്നെ പ്ലാന്റ് ഇവയിലൊക്കെ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് അസെക്ഷൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഫ്ലജലേറ്റഡ് ആയിരിക്കും, അതുപോലെ തന്നെ മോട്ടൈൽ ആണ്. സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. അവ നോൺ ഫ്ലജലേറ്റഡ് ആണ്. അപ്പൊ സൂസ്പോർസ് എന്ന് പറയുന്നത് അസെക്ഷൽ സ്ട്രക്ചേഴ്സ് ആണ്. സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഡിപ്ലോയിഡ് സെല്ലാണ്. 14th നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗാമറ്റോജെൻസിസ് ഫ്രം എംബ്രിയോജെൻസിസ്. ഗാമറ്റോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാമേറ്റുകൾ ഉണ്ടാവുന്ന പ്രോസസ് ആണ് അല്ലെ. എന്നാൽ എംബ്രിയോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന പ്രോസസ് ആണ്. അപ്പൊ ഗാമറ്റോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമേറ്റ് ഫോർമേഷൻ ആണ്. എംബ്രിയോജെൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ടിൽ നിന്നും എംബ്രിയോ ഉണ്ടാവുന്നതാണ്. ഡിസ്ക്രൈബ് ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ. 15th ക്വസ്റ്റ്യൻ അതാണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആണ് പറയേണ്ടത്. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ സെപ്പൽസും പെറ്റൽസും സ്റ്റേമൻസും ഒക്കെ പൊഴിഞ്ഞു പോകുന്നു. പിസ്റ്റില് ഈ പ്ലാന്റിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്, എന്നാൽ പെറ്റൽസ് സെപ്പൽസ് സ്റ്റേമൻസ് ഒക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അവിടെ സൈഗോട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ഈ സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ ഫ്ലവറിൽ ഉണ്ടായിരുന്ന ഒവ്യൂൾസ് സീഡ് ആയിട്ട് മാറുന്നു. ഫ്ലവറിലെ ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുന്നു. ഈ ഫ്രൂട്ടിന്റെ ഔട്ടർ കവറിംഗ് ആണ് പെരികാർപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി? സൈഗോട്ട് എംബ്രിയോ ആയി, ഒവ്യൂൾസ് സീഡ് ആയി, ഓവറി ഫ്രൂട്ട് ആയി. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ബൈസെക്ഷൽ ഫ്ലവർ? കളക്ട് 5 bisexual flowers from your neighborhood and with the help of your teacher find out their common and scientific names. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിലുള്ള ഏതെങ്കിലും ബൈസെക്ഷൽ ഫ്ലവേഴ്സ് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും കാണുന്നുണ്ടാവും അല്ലെ. ഒരു ഫ്ലവറിൽ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവയെ എന്ത് പറയാം? ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഹിബിസ്കസ്, ബ്രിഞ്ചാൾ, ടൊമാറ്റോ, സൺഫ്ലവർ, മാംഗോയിലുള്ള ഫ്ലവർ, ഈസ്റ്റർ ലില്ലി. ഇവിടെ ഈസ്റ്റർ ലില്ലി എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അതിന്റെ സയന്റിഫിക് നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലില്ലി എല്ലാം ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. അതുപോലെ തന്നെ റോസുകളില്ലേ, നമ്മളുടെ ചുറ്റിലും കാണപ്പെടുന്ന റോസുകൾ, അതും ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. പക്ഷെ അതിൽ ഓരോന്നും ഓരോ സ്പീഷീസ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ റോസിന് കോമൺ ആയിട്ട് എഴുതാതെ ഇരുന്നത്. കാരണം ഒരു പെർട്ടിക്കുലർ റോസ് തന്നെ പറയാം. അപ്പൊ ഇവിടെ ഈസ്റ്റർ ലില്ലി എന്ന് പറയാൻ കാരണം ആ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ലില്ലിയാണ് കേട്ടോ. അവയുടെ സയന്റിഫിക് നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഹിബിസ്കസിന്റെ സയന്റിഫിക് നെയിം നോക്കൂ. ഹിബിസ്കസ് റോസ സൈനൻസിസ്. ബ്രിഞ്ചാൾ സൊളാനം മെലാനോജന. സൊളാനം ലൈക്കോപെർസിക്കോ ആണ്. ടൊമാറ്റോ ഇത് രണ്ടും സെയിം ജീനസിൽ വരുന്നതാണ് അല്ലെ. ബ്രിഞ്ചാളും ടൊമാറ്റോ ഒരേ ജീനസ് ആണ് കേട്ടോ. സൺഫ്ലവർ ഹേലിയാന്തസ് അന്യൂസ്. മാംഗോ ഫ്ലവർ മാഞ്ചിഫെറ ഇൻഡിക. മാംഗോ നമുക്ക് അറിയാലോ. ഈസ്റ്റർ ലില്ലി നോക്കൂ, ലിലിയം ലോഞ്ചിഫ്ലോറം. 17th question. Examine a few flowers of any cucurbit plant and try to identify the staminate and pistillate flowers. അപ്പൊ staminate flowers, pistillate flowers. കാരണം ഇത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ കാണാനായിട്ട് സാധിക്കും. മെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, അതായത് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും.
പിന്നെ സ്റ്റേമെൻസ് ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എക്സാമ്പിളുകൾ ചോദിച്ചിട്ടുണ്ട്. ഡു യു നോ എനി അതർ പ്ലാന്റ് ദാറ്റ് ബിയേഴ്സ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? ഏതൊക്കെയാണെന്ന് നോക്കൂ. പപ്പായ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗോഡ്, ഇതെല്ലാം യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ബിയർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. Why are offspring of oviparous animals at a greater risk as compared to offspring of viviparous animals? വിവിപാരസ് ആനിമൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒവിപാരസ് ആനിമൽസിന്റെ ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ റിസ്ക് ഉള്ളവയാണ്. അവയ്ക്ക് റിസ്ക് കുറച്ച് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഗ് ലേ ചെയ്യുന്നവരാണ് അല്ലെ. ഒവിപാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഗ് ലേ ചെയ്യുന്നവരാണ്. അപ്പൊ അവ എഗ് ലേ ചെയ്യുന്നു. ഈ യങ് വൺസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് പാരന്റ് ബോഡിക്ക് പുറത്താണ് അല്ലെ. എന്നാൽ വിവിപാരസ് ആനിമൽസ് എന്ന് പറയുമ്പോൾ അവിടെ എംബ്രിയോ പാരന്റ് ബോഡിക്ക് അകത്താണ് കാണപ്പെടുന്നത്. സോ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി കൂടുതലാണ് അല്ലെ. അപ്പൊ വിവിപാരസ് ആനിമൽസിന്റെ കേസിൽ പാരന്റ് ബോഡിക്ക് അകത്താണ് എംബ്രിയോ കാണപ്പെടുന്നത്. സോ എംബ്രിയോണിക് കെയറും പ്രൊട്ടക്ഷനും ഒക്കെ ഇവയ്ക്ക് കൂടുതലായി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ സർവൈവൽ ചാൻസ് എന്ന് പറയുന്നതും ഇവയ്ക്ക് കൂടുതലാണ്. പക്ഷേ ഒവിപാരസ് അനിമൽസിന്റെ കേസിലാണെങ്കിൽ അവ എഗ് ലേയിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ പാരന്റ് ബോഡിക്ക് പുറത്താണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ചുറ്റും ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രിഡേറ്റേഴ്സ് വന്നതിനെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവയുടെ സർവൈവൽ ചാൻസ് എന്ന് പറയുന്നത് ആസ് കമ്പയർ ടു വിവിപാരസ് അനിമൽസ് കുറവാണ്. അതുകൊണ്ടാണ് അവ ഗ്രേറ്റർ റിസ്കിലാണ് ഉള്ളത് എന്ന് പറയുന്നത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിസ്ക് അവയ്ക്ക് കൂടുതലാണെന്ന് പറയാൻ കാരണം ഇതാണ്. ഇപ്പൊ നമ്മള് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്